ഹനാൻ ഷാ കേരളത്തിലെ നമ്പർ 1 ക്രൗഡ് പുള്ളർ ഇപ്പോൾ ആരാന്ന് ചോദിച്ചാൽ ഞാൻ ഹനാൻ ഷായുടെ പേര് പറയും. നിങ്ങളില്ലെങ്കിൽ ഒരു യൂട്യൂബ് പോളോ ഇൻസ്റ്റാഗ്രാം പോളോ ഇട്ട് നോക്ക്. അതിൽ നിങ്ങൾ ഏതൊരു സെലിബ്രിറ്റി മലയാളി സെലിബ്രിറ്റിയെ കൊണ്ടുപോയിട്ട് അതിൻ്റെ ഒപ്പം ഹനാൻ ഷാനെ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് വരാൻ പോകുന്നത് ഹനാൻ ഷായ്ക്കായിരിക്കും. ഈ ചെങ്ങായിയുടെ ക്രൗഡ് എന്ന് പറഞ്ഞാണ്ടല്ലോ, അത് ഭയങ്കര മാഡ് ഭ്രാന്ത് പിടിച്ച ക്രൗഡാണ്. ഒരിടയ്ക്ക് വേടനുണ്ടായ ഒരു ഫേസ് ഉണ്ട്, ഓൾമോസ്റ്റ് ആ ഫേസിലാണ് ഇപ്പോൾ ഹനാൻ ഷാ വന്ന് നിൽക്കുന്നത്. ഇപ്പോൾ ദമാമിൽ GCCയിൽ കുറേ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവർ GCC കൺട്രീസ് ഇങ്ങനെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദമാമിലൊരു പ്രോഗ്രാമിൽ ഇന്നലെ ഹനാൻ ഷാൻ്റെ പ്രോഗ്രാമിലുണ്ടായ ഒരു വിഷയത്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ. ഓക്കെ, അപ്പോൾ അൽ വഫ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പ് ഹനാൻ ഷായെ അവരുടെ എന്തോ 250 days സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതിൻ്റെ ഭാഗമായിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി അവരുടെ പേജിൽ, ഈ അൽ വഫ എന്ന് പറഞ്ഞിട്ടുള്ള ടീമിൻ്റെ പേജിൽ പ്രമോഷൻ മെറ്റീരിയൽസൊക്കെ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഹനാൻ ഷാ ഓൺ വോയിസിൽ പറയുന്ന വീഡിയോ അടക്കം എല്ലാം അവർ അപ്ലോഡഡ് ആണ്. അപ്പോൾ ആളുകൾ ഓബിയസ്ലി ദമാമിലുള്ള ഹനാൻ ഷായുടെ വ്ളോഗ് കാണുന്ന, ഹനാൻ ഷായുടെ പാട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ അന്നേ ദിവസം അവിടെ എത്തും എന്നുള്ള കാര്യം ഡെഫിനറ്റാണ്. അങ്ങനെ എത്തിയ ആളുകൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയി. എന്തുകൊണ്ട്? കൃത്യമായിട്ട് ആ ഇവൻറ്റ് മാനേജ് ചെയ്യാൻ ഈ അൽ വഫയുടെ ടീമാണെങ്കിലോ അല്ലെങ്കിൽ അവർ ആർക്കോ ഇവൻറ്റ് കൊടുത്തു എന്ന് പറയുന്നു, ആ ടീമിനോ പറ്റിയില്ല. അന്നേ ദിവസം അവിടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഈ ഹനാൻ ഷായെ കാണാൻ വരുന്ന ക്രൗഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഫാമിലിയാണ്. ഓക്കെ, മോസ്റ്റ്ലി അമ്മമാരും കുട്ടികളൊക്കെയുള്ള ഫാമിലിയാണ്. അവരുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ ഹനാൻ ഷായ്ക്കും ബാക്കി ബ്രദേഴ്സിനൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷവും അവരുടെ ആ ഒരു മൊമെൻ്റൊക്കെ എല്ലാം സ്പോയിലായി. കാണാൻ വന്നവരിതും സ്പോയിലായി, ഹനാൻ ഷാൻ്റെ ടീമിൻ്റെ അവരിതും സ്പോയിലായി, ആകെ മൊത്തം അലമ്പ്. ആദ്യം എനിക്ക് തോന്നുന്നത് ഈ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഏതൊരു വ്യക്തിയാണോ തോന്നുന്നു, അയാളുടെ ഭാഗത്തു നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ സ്റ്റേജിൽ നിന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ ഇവന്റ്സ് കമ്പനിക്കോ അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പൺ പ്രോഗ്രാം ചെയ്യാൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഫുൾ സപ്പോർട്ടോ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയൊരു വേദിയാണിത്. ആൻഡ് താങ്ക്സ് ഫോർ യുവർ ടൈം ആൻഡ് താങ്ക്സ് ഫോർ യുവർ കമ്മിങ്. താങ്ക് യു. ഹൈപ്പർ ഇപ്പോഴും പറയുന്നു, പറയട്ടെ ഓയ് ഓയ് സൗണ്ട് ഉണ്ടാക്കല്ലേ, ഞാൻ പറയട്ടെ മക്കളെ, വെയിറ്റ് ആക്കി. ഹൈപ്പർ അൽവഫക്കാര് പാവങ്ങൾ ഇവരിതിലൊന്നും ചെയ്തിട്ടില്ല. ഇവർ ഇവന്റ് ടീമിനെ ഏൽപ്പിച്ചു, ഇടയിൽ നിന്ന് ഇവന്റ് ടീമാണ് ഇവരെ പറ്റിച്ചത്. അപ്പൊ അതില് ഈ പാവം ഇവർക്ക് ഇതിലൊന്നും ചെയ്യാനില്ല, ഓരോ സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് പറയണമെന്ന് മാത്രം. ഹലോ സെക്കൻഡ് ആനിവേഴ്സറി, 2ാം ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഞങ്ങള് വഫയാക്കിയ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ദ ബെസ്റ്റ് ഇവന്റ് കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഡിസിഷനിലാണ് ഇത്രയും വലിയൊരു സെലിബ്രിറ്റിയെ ഞങ്ങൾ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത്. ഇത്രയും വലിയൊരു സ്റ്റാറിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ അത് ഇത്രയും ഡിസ്പ്യൂട്ട് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആക്കാൻ മാത്രം കേരള സൈഡ് ഞങ്ങളെ അത് ഹാൻഡിൽ ചെയ്യാറില്ല. ചെറിയ കുഞ്ഞു സ്പീക്കറിന് റിപ്ലൈ എടുത്തിട്ട് എനിക്ക് പാടാൻ കഴിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇനിയസ് അറേഞ്ച് ചെയ്തെന്ന് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റും. പാവ ആൾക്കാരാണ്, ഓരോരോ ടൈം പറഞ്ഞ് വന്നാണ്. ഞാൻ 3-4 ദിവസമായിട്ട് ഇവന്റ് ടീമിനോട് പറയുന്നുണ്ട്, ഈ അറേഞ്ച്മെന്റ്സ് വേണം. ഇന്ന് രാവിലെ അടക്കം ഞങ്ങൾ സൂചിപ്പിച്ചു, ഇത് വേണം. ലൈസൻസോ കാര്യങ്ങളോ ഇല്ല. പാവം ഹൈപ്പർ അൽവഫക്കാർ ഇതില് ഒരു പങ്കും ഇല്ല. ഓല് ഇതിന്റെ മാക്സിമം നടക്കണമെന്ന് വിചാരിച്ച് ഇവന്റുകാരെ ഏൽപ്പിച്ചു. ഇവന്റുകാര് ഇതിന്റെ ഇടയിൽ അല്ല, ഞാൻ സത്യം പോലെ പറയാണ്ട് ഞാൻ പോയാല് നാളെ നിങ്ങളെ കണ്ടിട്ട് ഞാന് വലിയ സംഭവമായി ഇവിടെ വന്നിട്ട് പാട്ടൊന്നും പാടാണ്ട് ഞാൻ മിന്നിന്ന് പറഞ്ഞ നിങ്ങളെല്ലാവരും എന്റെ പിന്നാലെ ഉണ്ടാവും. സോ അത് കണ്ട എന്റെ മകൾക്ക് സങ്കടം, വെറുതെ ആൾക്കാരെ പറ്റിച്ചാൽ നടക്കുന്നത്. ഒരു ബേസിക് ലൈൻ നിങ്ങൾക്ക് കിട്ടിക്കാണും. അതായത് ഒരു ടീം ഹനാൻ ഷാനെ വിളിക്കാമെന്ന് ചോദിച്ചാൽ XYZ, ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇവർ തന്നെ പറയാം, ഈ അൽ വഫ എന്ന് പറഞ്ഞ ടീം വിളിക്കുമ്പോൾ ഇപ്പോൾ ഹനാൻ ഷാ പറയുന്നുണ്ട് അവരുടെ ഭാഗത്ത് വലിയ തെറ്റില്ല, അവർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് തന്നെയാണ് ഈ പ്രോഗ്രാം നടത്താൻ മുന്നോട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചതെന്നൊക്കെ. അത്ര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരെ ആക്കിയ ഹൂവർ ഇറ്റ് ഈസ്, അറിയില്ല ആരാണ് ആ സംസാരിച്ചതെന്നുള്ളത്, പക്ഷേ അൽ വഫയുടെ ആരോ ആണ്, അവരാക്കിയ നാട്ടുകാർക്ക് ഒരു സ്നേഹം എന്നുള്ള രീതിക്ക് ഹനാൻ ഷായെ കൊണ്ടുവന്ന്
അവരുടെ കസ്റ്റമേഴ്സിനെ മുന്നിൽ നിർത്തി ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്ന, ഓക്കെ ഇനിയിപ്പോൾ ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ദേ ഷുഡ് മേക്ക് ഷുവർ, അതിനിപ്പോൾ ഒരു ഇവൻറ്റ് കമ്പനിക്ക് കൊടുത്താലടക്കം ദേ ഷുഡ് മേക്ക് ഷുവർ ആ ഇവൻറ്റ് കമ്പനി അത് മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. കാരണം എത്ര പേരാണ് ഇപ്പോൾ ടിക്കറ്റ് ഇല്ല എന്നുള്ളൊരു ഞൊണ്ടി ന്യായം പറയാം, പക്ഷെ കാര്യമില്ല, അത് ഒരു കാര്യവും അതില്ലാത്ത സംഗതിയാണ്. കാരണം ഓരോ മനുഷ്യന്മാരും ഒരു ട്രസ്റ്റിൻ്റെ മുകളിലാണ് വരുന്നത്. അത് ഈ ആരാണോ ഈ ഇവൻ്റ് ഓർഗനൈസ് ചെയ്യുന്ന ആ ബ്രാൻഡ്, പിന്നെ വരുന്ന ബ്രാൻഡ്, മനസ്സിലായില്ല. ഹനാൻഷ ഒരു പ്രോഗ്രാം വരാമെന്ന് പറഞ്ഞാൽ ഓക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാം അത്രയും ക്വാളിറ്റിയുള്ള പ്രോഗ്രാം ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസം ഹനാൻഷയുടെ മുകളിൽ. അവിടെ തന്നെ ഉള്ളൊരു സൂപ്പർ മാർക്കറ്റ് ബെൽറ്റ് അവർ കുറേ കാലമായിട്ട് ആളുകളെ നല്ല രീതിയിൽ സെർവ് ചെയ്യുന്നു. സോ അവരൊരു പ്രോഗ്രാം നടത്തുമ്പോൾ നമുക്ക് വേണ്ടി നടത്താനുള്ള, അടിപൊളിയായിട്ട് നടത്തുന്നുള്ള വേറൊരു ട്രസ്റ്റ്. അപ്പോൾ ഇത് നിങ്ങളുടെയൊക്കെ ട്രസ്റ്റിനെയും ക്രെഡിബിലിറ്റിനെയും ബാധിക്കുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ദുബായിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവൻറ്റ് നടത്താൻ അത്ര ഈസി ആയിട്ടുള്ള പരിപാടിയല്ല, മനസ്സിലായി. GCC കൺട്രീസിൽ ഇവൻറ്റ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊല്ലാപ്പും പെടാപ്പാടുമാണ്. അവിടെ നമ്മൾ ഈ ആൾക്കൂട്ടം വിളിച്ചു കൂട്ടണം, അതിൽ 2 ബാരിക്കേഡും വെച്ച് വാടാ മക്കളെ നിന്ന് വിളിച്ചു കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അകത്ത് കിടക്കും, മനസ്സിലായില്ലേ. അങ്ങനത്തെ കുറേ സീനുകൾ അവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട് വേണ്ടേ ഒരാളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇത് ഹനാൻഷായെ കൊണ്ടുവന്ന് ഹനാൻഷായ്ക്ക് ഇപ്പോൾ ഹെയ്റ്റ് കിട്ടുന്നുണ്ട്. കാരണം ഇതിൻ്റെയൊക്കെ കട്ട് പീസുകളാണ് പല വീഡിയോസും പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അഹങ്കാരിയായ ഹനാൻഷ സജ്ജീകരണങ്ങൾ ശരിയല്ലാത്തത് കൊണ്ട് ഇറങ്ങിപ്പോയി. ഓനൊക്കെ ഇവിടെ കൂടി തൊടുകൂടി പാട്ടും പാടി നടന്നിരുന്നവനാണ്. ഓനൊക്കെ ഇപ്പോൾ വലിയ സെലിബ്രിറ്റി ആയപ്പോഴത്തേക്കും ഓന് മൈക്ക് വേണം, ചെവി കുത്തണ സാധനം വേണം, വലിയ സ്പീക്കർ വേണം. ഏതണ്ണി ഓൻ ഈ വർത്താനം പറയുന്ന ആൾക്കാരെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കാണാൻ പറ്റും, മനസ്സിലായോ. അപ്പോൾ ഇത് ഹനാൻഷയും കൂടി മേക്ക് ഷുവർ ചെയ്യേണ്ടിയിരുന്നു. കാരണം ഹനാൻഷ ഇന്ന സ്റ്റേജ് ഉണ്ട്, ഹനാൻഷയ്ക്ക് ഇന്ന ദിവസമാണെന്ന് അറിയുമ്പോൾ ആ ഇവൻറ്റിനോട് അടുപ്പിച്ച് വരുന്ന ദിവസങ്ങളിൽ ആ ഇവൻറ്റ് കോർഡിനേറ്റ് ചെയ്യുന്ന ടീമുമായിട്ട് ഡെഫിനറ്റ്ലി പാട്ടുകാരാണെന്നുണ്ടെങ്കിൽ മൈക്കിൻ്റെ സ്പെക്ക്, അല്ലെങ്കിൽ അവിടുത്തെ സ്പീക്കേഴ്സിൻ്റെ സ്പെക്ക്, എങ്ങനെയാണ് സറൗണ്ടിങ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കും, ഞാൻ ടെസ്റ്റ് ചെയ്യും. മനസ്സിലായി, അത് നടന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഹനാൻഷ പങ്കെടുത്ത വേറൊരു പ്രോഗ്രാം റിയാദ്, സൗദി അറേബ്യയിൽ സൗണ്ട് ചെക്ക് അടക്കം നടക്കുന്നതിൻ്റെ വിഷ്വലാണ് നമ്മൾ ഈ കാണുന്നത്. ഇതേപോലെ സൗണ്ട് ചെക്കും നടക്കും. സോ ഇവിടെ ലാസ്റ്റ് മൊമെൻറ്റ് വരെ ഹനാൻഷായെ കൺവിൻസ് ചെയ്ത് ഇവന്മാർ വെച്ചോ എന്നുള്ളൊരു സംശയവും എനിക്കുണ്ട്, മനസ്സിലായില്ല. ഈ അൽവഫ ടീം ആർക്കാണോ ഈ ഒരു ഇവൻറ്റ് നടത്താൻ കൊടുത്തത് ആ ടീം മേ ബി ഹനാൻഷാനെ കൺവിൻസ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഹനാൻഷ അവിടെ പോകേണ്ട കാര്യം തന്നെയല്ല. ഒരാഴ്ചയായിട്ടോ അല്ലെങ്കിൽ അവിടെ വന്നിറങ്ങിയ അപ്പം മുതലോ പറയുന്നുണ്ട് ഈ സജ്ജീകരണങ്ങൾ പോരാന്നാണെന്നുണ്ടെങ്കിൽ ഓക്കെ നാട്ടുകാരോട് പറഞ്ഞത് നല്ല കാര്യം, സമ്മതിച്ചു. പക്ഷേ തെറ്റ് അൽവഫക്കാരെ കയ്യിലും കൂടി ഉണ്ട്. ചിലപ്പോൾ ഹനാൻഷ ഓക്കെ നമ്മളെത്രയും പൈസ കൊടുത്ത് വിളിച്ച ആൾക്കാരല്ലേ, കൊണ്ടുവന്ന ആൾക്കാരല്ലേ, അവരെ ഇനിയിപ്പോൾ ഞാനായിട്ടൊന്നും പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അൽവഫേൻ്റെ കാര്യം എടുത്ത് പറഞ്ഞായിരിക്കും ഇവരത്ര വലിയ തെറ്റുകാരല്ല എന്നുള്ളത്. ബട്ട് സ്റ്റിൽ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ അവിടെ അന്ന് വന്ന് നിങ്ങളുടെ പാട്ട് ആസ്വദിക്കാൻ പറ്റാതെ തിരിച്ചു വന്നിട്ടുള്ള കുട്ടികളുണ്ട്, അമ്മമാരുണ്ട്, ചേട്ടന്മാരുണ്ട്, അവരൽവഫേനെയും കുറ്റം പറയും, മനസ്സിലായോ. അപ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ ഒരു PR ടീമോ എൻ്റെ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയോ ഞാൻ വർക്ക് കൊടുത്തത് പ്രോപ്പറായി ചെയ്തോ ഇല്ല എന്നുള്ളത് വെരിഫൈ ചെയ്യേണ്ടതും അല്ലെങ്കിൽ അത് കോർഡിനേറ്റ് ചെയ്യേണ്ടതൊക്കെ ഞാനാണ്, മനസ്സിലായില്ലേ. അത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ എൻ്റെ തെറ്റാണത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഹനാൻഷായെ ബാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ബാധിക്കും. നമ്മുടെ നാട്ടിൽ നമ്മുടെ കുടുംബ സംഗമത്തിൽ ഇതിലാണ് നല്ല വൈകി കിട്ടും. ചെറിയ കുഞ്ഞ് സ്പീക്കറിന് റിപ്ലൈ എടുത്തിട്ട് എനിക്ക് പാടാൻ കഴിയില്ല. എങ്ങനെ പാടിയിട്ട് കാര്യം ഉണ്ടാക്കി തോന്നുന്നു. ഈ സാധനം എന്നിട്ട് കേൾക്കണില്ല. അല്ല ഞാൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു എനിക്ക് ഹെഡ്ഫോൺസ് വേണം, ഞാനൊരു പാട്ടുകാരൻ. രാവിലെ മുതൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇയേഴ്സ് വേണം, നമ്മൾ പറയുന്ന മൈക്ക് വേണം, നമ്മൾ പറയുന്ന മോട്ടേഴ്സ് വേണം. ഓക്കെ, ഇതാ ഈ ക്ലിപ്പ് കാണുന്ന ഒരാൾക്ക് ഡീറ്റെയിൽഡ് വീഡിയോ കാണാതെ ദമാമിലെ ഇവൻറ്റ് കമ്പനിയാണ് ഇവർ പറഞ്ഞ സ്പെക്കിന് ഒന്നും കൊടുക്കാതെ ഈ പാട്ടുകാരനെ ഒരുമാതിരി അധിക്ഷേപിച്ച് വിടുന്ന രീതിയിലൊരു പരിപാടി ഒപ്പിച്ച് തട്ടുകൂട്ട് പ്രോഗ്രാം ഒപ്പിച്ച് വെച്ചെന്നുള്ളത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് എന്താ ഇഷ്യൂ എന്ന് അറിയണ്ട. അല്ലാതെ ഒരു കാണുന്ന ആളെന്താ വിചാരിക്കുക, ഹനാൻഷ ഇത്ര വലിയ അഹങ്കാരിയാണോ, പിന്നെ പാട്ട് നമ്മളൊക്കെ പാട്ട് പാടാറില്ലേ, മനസ്സിലായോ. അങ്ങനെയൊക്കെ പറഞ്ഞു കളയും. അങ്ങനെ പറയാൻ പറ്റില്ല. പ്രൊഫഷണലായിട്ട് പാട്ട് പാടുന്ന സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന അവർ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് എന്ത് സ്പെക്കിലാണ് വേണ്ടതെന്നുള്ളത് അത് അവർ മേക്ക് ഷുവർ ചെയ്യും. അത് ബാക്കിയുള്ളവർ ചെയ്തു കൊടുക്കണം. ഇവൻറ്റ് അവർക്ക് അവരുടെ ക്വാളിറ്റി ഒരിക്കലും ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായോ.
ഇതിപ്പോൾ ഹനാൻ ഷാക്ക് ചെയ്യായിരുന്നു അവിടെ വന്നിട്ട്. ഹനാൻ ഷാ ഓൾറെഡി പാടിയിട്ടുണ്ട്. ആ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിറാപ്പുഞ്ചി പാടി അങ്ങോട്ട് പോയി. അതായത് വന്ന ആളുകൾക്ക് അങ്ങനെയൊരു സമാധാനം ആവട്ടെ എന്ന് വെച്ചിട്ട് ആദ്യം ഒരു ക്ലോസ്ഡ് ആയ സ്ഥലത്ത് നിന്ന് സംസാരിക്കുന്നത് കണ്ടു, പിന്നെ ചിറാപ്പുഞ്ചി കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് പാടുന്നത് കണ്ടു. ഹനാൻ ഷാ എന്ന് പറഞ്ഞ സിംഗർ ഇവിടെ എത്രത്തോളം സഫർ ചെയ്തിട്ടുണ്ടാവും. ഹനാൻ ഷാ തന്നെ ഒരു വീഡിയോനകത്ത് പറയുന്നുണ്ട്, 2 മണിക്കൂർ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അതിനുവേണ്ടി ഞാനും അനിയനും ഒരുപാട് പാട്ടുകൾ ലാപ്ടോപ്പിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ലാപ്ടോപ്പും പിന്നെ സിസ്റ്റവും കുത്തുന്ന ഒരു പ്ലഗ് ചെയ്യുന്ന ഒരു ചെറിയൊരു പ്ലഗ് ഉണ്ട്. അതുപോലും ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീം ഒപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ സത്യത്തിൽ വിളിച്ചു വരുത്തിയ അല്ലെങ്കിൽ ഇവൻ്റ് ഉണ്ട് എന്ന് അറിഞ്ഞ് വന്നവർക്ക് ഓൾറെഡി ഈ ടീം ഡിസ്റെസ്പെക്റ്റഡ് ആണ്. ഈ വന്ന ഹനാൻ ഷാക്ക് ഇവർ എത്രത്തോളം ഒരു മോശം സാധനം ഇട്ട് കൊടുത്തതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു കലാകാരന്മാർക്ക് അത് ഹിറ്റ് ചെയ്യൂടെ? അവരൊരു സ്റ്റേജിന് പ്രിപ്പയർ ആയി വന്നിട്ട് അവർക്ക് അവിടെ പാടാൻ പറ്റിയില്ല, അവരുടെ പ്രശ്നമല്ല, ബാക്കിയുള്ള പ്രശ്നങ്ങളും ഉണ്ട് എന്നുള്ളപ്പോൾ അവർക്കത് ഹിറ്റ് ചെയ്യും. ചിലർ വിചാരിക്കും പൈസയും വാങ്ങിയിട്ട് പോയി. നോ, പെർഫോം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ത്രില്ലുണ്ടല്ലോ, ആ സാധനം കിട്ടാത്തൊരവസ്ഥ വരും. ലാപ്ടോപ്പ് കുത്താനുള്ള പ്ലഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ട്രാക്ക് കേൾക്കണമെങ്കിൽ നമുക്ക് EP വേണം, മിനിമം സൗണ്ട് കുത്തുന്ന സാധനം വേണം. ആ സാധനം പാട്ടിടണ്ട, ഞാൻ പറയാം, പാട്ടിട്ടിട്ട് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അല്ല, അത് പാട്ട് ശബ്ദം കൂട്ടി മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഈ ലാപ്ടോപ്പിന്റെ പിന്ന് പോലും ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അത് ഇവരല്ല, ഈ ഇവന്റ് ടീമിന്റെ പ്രശ്നമാണ്. അപ്പൊ ഈ ഇവന്റിൽ ഞാൻ പാടാതെ പോകാനുള്ള ഒരേ ഒരു റീസൺ ആ ഇവന്റുകാരാണ്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പാടാൻ താല്പര്യമുണ്ട്, ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട്. ഞാൻ അറ്റ്ലീസ്റ്റ് മിനിമം 2 hours അല്ലെങ്കിൽ 1 hour പെർഫോം ചെയ്ത് 1 hour നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്ത് പോവാന്നുള്ള ഡീലിലാണ് ഞാൻ ഇവിടെ എത്തുന്നത്. സോ അതുപോലും ചെയ്യാണ്ട് തിരിച്ചു പോകുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. സോ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫാമിലീസിനോടും ഉമ്മമാര് കുട്ടികളും എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ഇത് എന്റെ തെറ്റല്ല, സ്റ്റിൽ ഞാൻ നിങ്ങളെ മുൻനിർത്തി ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ഇവർ ഇങ്ങനത്തെ ഒരു പണി ഇവിടെ ചെയ്തു വെച്ചത് ഞാൻ അറിഞ്ഞില്ല, എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ ഇന്നത്തെ ജോബ് കാര്യങ്ങൾ പണിയടക്കം മാറ്റി വെച്ച് പണിത്തിരക്കിന്റെ ഇടയിൽ വന്നവരാണ്. എനിക്കറിയാം, പാട്ട് കേൾക്കാൻ ആഗ്രഹിച്ചവരാണ്, എല്ലാം എനിക്കറിയാം. വേറൊന്നും ഞാൻ പറയാം, ഞാൻ നിസ്സഹായനാണ്. ഹനാൻ ഷായുടെ ഈ വാക്കുകളിലുണ്ട്. ഹനാൻ ഷാക്ക് എന്തായാലും പേടി തോന്നില്ലേ? കാരണം ഹനാൻ ഷാ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പ്രോഗ്രാമിന് വന്നിട്ട് ഹനാൻ ഷാ പാടിയില്ല എന്നുള്ളത് പുറത്ത് വന്നു. അതായത് എന്തുകൊണ്ട് പാടിയില്ല, അതിനൊരു റീസൺ പിന്നെ പലതും മെനഞ്ഞെടുക്കും. അതിലും നല്ല എന്താ, നേരെ സ്റ്റേജിൽ കയറുക, ഉള്ള കാര്യം പറയാം. അത് ഹനാൻ ഷാ പറഞ്ഞു. അത് ഹനാൻ ഷാ പറയാനുള്ള സിറ്റുവേഷൻ ഈ പേടിയാണ്. നാട്ടുകാരിങ്ങനെ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇതിൻ്റെ ഔട്ട് എന്തായാലും ഇത് എല്ലാവരെയും ക്യാമറയും മൊബൈലും ഉള്ളതുകൊണ്ട് അവിടെയും കാണും പച്ചയും മഞ്ഞയും നീലും ഒക്കെ. ഇത് പുറത്ത് വരുന്ന സമയത്ത് ഹനാൻ ഷാ അഹങ്കാരി, പാടാതെ പോയി, റീസണൊന്നുമില്ല, പാടാതെ പോയി. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുടുങ്ങും. ബാക്കി പാട്ടുകാരെ പോലും അല്ല ഹനാൻ ഷാ, സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ്. അപ്പോൾ അത് ആ ഒരു സംഗതിനെയും കൂടി ബാധിക്കുന്ന രീതിയിൽ കാര്യങ്ങളും. അപ്പോൾ അതിന് ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. മനസ്സിലായോ? പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ആക്ടർക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തപ്പോഴുള്ള പ്രശ്നം, ഒരു അത്ലറ്റിന് പെർഫോം ചെയ്യാൻ പറ്റാത്തുള്ള പ്രശ്നം, അത് തന്നെയാണ് ഒരു സിംഗർക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളപ്പോൾ അയാൾക്കുള്ളൊരു വിഷമമുണ്ട്. അതാണ് ഇപ്പോൾ ഹനാൻ ഷായുടെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മളെ നാട്ടിലും എല്ലാവരും എയറിലാണ് സിംഗേഴ്സ് കുറേ പേര്. ഇതിപ്പോൾ പുറത്ത് എബ്രോഡ് വന്നപ്പോൾ അവിടെയും ഈ രീതിയിൽ ഇതൊന്നും ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നില്ല പ്രോപ്പറായിട്ട് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനും പണിക്ക് നിൽക്കണ്ട. പിന്നെ അവിടുത്തെ ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഇപ്പം കിട്ടും എന്ന് പറഞ്ഞിട്ട് അവരെടുത്ത് വെച്ച് പിടിച്ചു വയ്ക്കൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. മനസ്സിലായോ? അവരൊരു ഇവൻറ്റിന് ഓൾറെഡി ഇപ്പം നമ്മളവിടെ മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ പേപ്പർ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്ന പോലെ അല്ല, GCC കൺട്രീസിൽ അവരൊരു ഇവൻറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ഡേറ്റ് എടുത്ത് സ്ഥലം ഏതാണെന്ന് നോക്കി, ആ സ്ഥലത്ത് നടത്താൻ പറ്റുമോ നോക്കി, അവിടുത്തെ എത്ര പേര് അവിടെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും, അവിടെ സേഫ്റ്റി എന്തൊക്കെ ഉണ്ടെന്ന് ഇതൊക്കെ നോക്കിയിട്ട്, ഇത് നാട്ടിലോ എവിടെയെങ്കിലും ഒരു പാടത്തോ പൂരപ്പറമ്പിലോ മറ്റേ 4 കോലും കുത്തി റിബണും കെട്ടി ആളെ തിരിച്ച് അങ്ങനത്തെ പരിപാടി അല്ലല്ലോ. അപ്പോൾ ഈ ഇവൻറ്റ് ടീമിനും ഈ അൽവഫ ടീമിനൊക്കെ ഇതിന് കൃത്യമായൊരു അറിവുണ്ടായിരിക്കണമല്ലോ. ഹനാൻ ഷാ വരുമ്പോൾ ഇവിടെ ഒന്നും റെഡിയല്ല, ഹനാൻ ഷാ പറഞ്ഞ സ്പെക്കിലുള്ള ഒരു സാധനങ്ങൾ ഇവിടെ ഇല്ല എന്നുള്ളതൊക്കെ അവർ അറിഞ്ഞിരിക്കണ്ടേ? അവിടെയാണ് എൻ്റെ സംശയം ഞാൻ പറയുന്നത്. ഇവർക്ക് ഈ ലൈസൻസ് കിട്ടാത്ത, ഹനാൻ ഷാക്ക് ലൈസൻസ് ഇല്ലാതെ പാടിക്കഴിഞ്ഞാൽ നാളെ അവിടെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഹനാൻ ഷാ ചിലപ്പോൾ അവിടെ ജയിലിൽ കിടക്കേണ്ട അവസ്ഥയാണ്, അവിടുത്തെ പോലീസ് പോക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഹനാൻ ഷാക്ക് ലൈസൻസ് എടുത്ത് കൊടുക്കാൻ അവർ ഫെയിലായി, ആ ഇവൻറ്റിന് ലൈസൻസ് എടുക്കാൻ അവർ ഫെയിലായി. അപ്പോൾ ഒരു റീസൺ വേണം. ആ റീസൺ മാത്രമായിരിക്കും ഈ ഹനാൻ ഷാക്ക് എന്ത് കൊടുത്തില്ല, മൈക്ക് കൊടുത്തില്ല,
അവനാവശ്യപ്പെട്ട സ്പെക്കിലുള്ള ഒന്നും കൊടുത്തില്ല, എന്തിനും ഒരു പ്ലഗ് പോലും കൊടുത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു സംഗതി അങ്ങോട്ട് അതിലേക്കാണ്ട് വെച്ച്, പക്ഷേ അത് അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ലൈസൻസ് കിട്ടാത്തതും കാര്യങ്ങൾ ചെയ്യാത്തതും. പിന്നെ എന്തിനവർ ഇവർക്ക് എന്താണെങ്കിലും ടീമിനെ അറിയുമായിരിക്കും ഇതിന് ലൈസൻസ് ഇല്ല, ഹനാൻഷ പെർഫോം ചെയ്ത ഈവൻ ഹനാൻഷയ്ക്കും റിസ്ക് ആണെന്നുള്ളത് ഒക്കെ അവർക്ക് അറിയുമായിരിക്കും. എന്നിട്ടും ഹനാൻഷാനെ കൊണ്ടുവന്ന് 4, 5, 6 മണി മുതൽ അവിടെ ആൾക്കാർ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത്. ഒരുപാട് ഫാമിലി, ഒരുപാട് പേരും ആ സങ്കടം പറയുന്നുണ്ട് കേട്ടോ. ജമാവിലുള്ള അൽഫവയിൽ നടന്ന ഹനാൻഷ വന്ന പ്രോഗ്രാമാണ്. ഇവിടെ ആളുകളെ ചീറ്റ് ചെയ്തിരിക്കുകയാണ് അൽഫഫ സൂപ്പർ മാർക്കറ്റ്. കാരണം ഇവിടെ ഒരു പരിപാടി നടക്കത്തില്ല, ഇവിടെ അനുമതിയില്ലെന്ന് അവർക്ക് തന്നെ അറിയാം. പക്ഷെ അവരിവിടെ ആൾക്കാരെ വിളിച്ചു, ഇത്രയും ജനങ്ങളെ കുട്ടികളുമായിട്ട് 4 മണി മുതൽ ആൾക്കാർ ഇവിടെ നിൽക്കുകയാണ്. വെറും ഉടായ്പാണ് അവർ കാണിച്ചിരുന്നത്. ദമാമിലെ ജനങ്ങളെ ചീറ്റ് ചെയ്തിരിക്കുകയാണ് അൽഫവ കാണിച്ചിരിക്കുന്നത്. മണിക്കൂറുകളാണ് എല്ലാവരും ഇവിടെ കാത്തു നിൽക്കുന്നത്. കുട്ടികളായിട്ടും എല്ലാവരും ഇത്ര വല്ല പറ്റിക്കലാണ് ഇവർ ചെയ്തത്. ജമാഅത്തിലെ ജനങ്ങളെ ചീറ്റ് ചെയ്യണം. കുട്ടികളും ഫാമിലി ആയിട്ടൂടെ 4 മണി വരെ കാത്തിരുന്നിട്ട് ഇമ്മാരി ഉടായ്പ പരിപാടി ഇനി ചെയ്യുന്നു. നാട്ടിലത്തൊക്കെ അതേ അവസ്ഥ തന്നെയാണ്. വേടൻ്റെ പരിപാടി ഉണ്ടെങ്കിൽ 3-4 മണിക്ക് എല്ലാവരും കൂടിയും പോകും. ഇവിടെയും 3-4 മണിക്കൊക്കെ പോയി നിന്നു എല്ലാവരും. ലാസ്റ്റ് വന്ന സമയത്ത് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ജസ്റ്റ് 2 ട്രാക്കും പാടി ജസ്റ്റ് മൂടി അവരാണ് പോകേണ്ട അവസ്ഥയ്ക്ക്. അവർക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ക്വാളിറ്റി, ഷോൻ്റെ ക്വാളിറ്റി അവർക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ അതാണ് വിഷയം. ഒരു ഷോയുടെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യും. ഇപ്പോൾ ഹനാൻഷ അവിടെ ഈ മൈക്കോ സെറ്റപ്പോ ഒന്നും ഇല്ലാതെ ഫുള്ള് പാട്ട് കൊണ്ട് 2 മണിക്കൂർ ഒന്ന് പാടിയെന്ന് വിചാരിച്ചു. അങ്ങനെ പാടാൻ കഴിവില്ലാത്തൊരു വ്യക്തി, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പിൻബലത്തിൽ മാത്രമേ പാടൂ ഹനാൻഷ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ ശേഷം പാടാണ്. കാരണം അവനതില്ലാതെ അവിടെ പാടിയിട്ടുണ്ട് സ്റ്റേജിൽ. ഓക്കെ, ഇനി അല്ലാതെയും അവൻ്റെ റീലുകളും അവൻ്റെ വീഡിയോസും അല്ലെങ്കിൽ അങ്ങനത്തെ പെർഫോമൻസിൽ കണ്ടവർക്ക് അറിയാം, ബാക്കിൽ ട്രാക്കിട്ട് പാടുന്ന ഒരു സ്കീം അല്ലെങ്കിൽ അതിലുപരി പ്രോപ്പറായിട്ട് ഒന്നുമില്ലാതെ പാടാൻ ഹനാൻഷ കപ്പാസിറ്റി ഉള്ള ആളാണ്. അത്രയും അങ്ങനത്തെ ഒരു ടാലൻ്റാണ്. അപ്പോൾ ആ ഹനാൻഷാക്ക് ഇവരിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിട്ട് കൊടുത്തിട്ടേ ഇത് പാടാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവരത് ചിന്തിച്ചിരുന്നോ? അല്ല, വേറെ ഒന്നും പറയാനില്ല. കാരണം എന്താ പറയുക, ഈ ഹനാൻഷാൻ്റെ ബ്രദർ, ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇച്ചു ഓൾ സിംഗേഴ്സ് ഇൻ എയർ എന്ന് പറഞ്ഞൊരു കോണ്ടന്റ് ചെയ്തപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഈ ഫെയിം കയറി പോകുന്നതിനനുസരിച്ച് തന്നെ ഇവർക്ക് നെഗറ്റീവും കൂടിക്കൂടി വരും. കാരണം ഇവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഓഡിറ്റ് ചെയ്യപ്പെടും. മറ്റേതൊക്കെ ഇഗ്നോർ ചെയ്തിട്ടുണ്ടാവും ആൾക്കാർ, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവില്ല ആൾക്കാർ. പക്ഷേ ഇനി കൂടുതൽ വിസിബിലിറ്റി, കൂടുതൽ ഓഡിറ്റിങ്, കൂടുതൽ വിസിബിലിറ്റി, കൂടുതൽ ഓഡിറ്റിങ്. അത് വരുന്ന സമയത്ത് എന്താ വരുന്ന അറിയാം, ഭയങ്കര മാസീവ് നെഗ് വരും. ആ നെഗൊക്കെ വരാൻ ചിലപ്പോൾ ഈ സംഗതിക്ക് ചാൻസ് കൂടുകയും. ഞാൻ ഒരു ഉസ്താദിൻ്റെ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു ബ്ലോഗർ ഉണ്ട്, ഹനാൻഷാൻ, അങ്ങനെ തന്നെ ചങ്ങയുടെ പേര്, മലപ്പുറംകാരനാ. എനിക്ക് കഴിഞ്ഞ ദിവസം എന്റെ വണ്ടി ഓടിക്കുന്ന ചങ്ങാതി ഒരു വീഡിയോ കാണിച്ചു തന്നു. എന്താ കാണിച്ചെന്നേ, ആ വ്ലോഗ് ചെയ്യുന്ന ആ സഹോദരന്റെ വാപ്പായും ഉമ്മായും ഭയങ്കര ഉപദേശം കൊടുക്കുക. പള്ളിയിൽ പോണേ, നിസ്കരിക്കണേ, നോമ്പ് പിടിക്കണേ, നന്മകൾ ചെയ്യണേ എന്നൊക്കെ ഭയങ്കര ഉപദേശ. എന്നിട്ട് മക്കള് രാത്രി പണി എന്താ, ഗാനമേളയ്ക്ക് പോകാം, ഗാനമേളയിൽ പാട്ട് പാടാൻ പോവാ, അല്ലെങ്കിൽ സ്റ്റേജിന്മേൽ കയറിയിട്ട് പാട്ട് പാടുക, സിനിമാ പാട്ട് പാടല, മക്കളുടെ എല്ലാം പണി. ഇതിന് കൂട്ടുനിന്ന് കൊടുക്കുകയാണ് ആ വാപ്പന്മാർ. ഉപദേശവും കൊടുക്കുന്നുണ്ട്, ഹറാമ് ചെയ്യാൻ വേണ്ടി ആ ചങ്ങാതിയുടെ വാപ്പ കൂട്ടിന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ വാപ്പാമാരെ കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. നിസ്കരിക്കാൻ പറയുന്നുണ്ട്, മറ്റുള്ളവരെ സഹായിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ രാത്രി മക്കള് പാട്ട് പാടാൻ വേണ്ടി പോകുമ്പോ അതിന് കൂട്ടുനിന്ന് കൊടുക്കുന്ന വാപ്പയും ഉമ്മയാണ് ആ വാപ്പമാരും ഉമ്മമാരെങ്കിൽ ആ ഒരു ഉപദേശം കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, ഈ നൽകുമാറാവട്ടെ. മക്കളെ ഉപദേശിച്ചാൽ മാത്രം പോരാ, അവരെ നന്മയിലൂടെ കൊണ്ടുപോകാൻ കഴിയണം. മക്കള് കൊണ്ടുവരുന്ന പൈസ അത് ഹലാലാണോ ഹറാമാണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധ്യം എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാപ്പമാർക്ക്, നമുക്ക് എല്ലാവർക്കും എന്റെ പ്രിയപ്പെട്ടവരെ വേണം. ഹലാലും ഹറാമും പറഞ്ഞ് പാട്ട് പാടുക എന്നൊക്കെ പറഞ്ഞ് ഏത് ചെങ്ങായി എനിക്ക് അറിയില്ല. ഈ തലയിൽ തുപ്പിട്ടവനൊക്കെ ഇവനൊരു മൈക്കിൻ്റെ മുകളിൽ രാത്രി ഇരുന്ന് പ്രസംഗിക്കുമ്പോൾ അത് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി, സ്വർഗം കിട്ടുന്ന പരിപാടി. 4 ആളുടെ എന്തൊരു മെൻ്റലി അവരെ ഭയങ്കര സ്മൂത്താക്കുന്ന, അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക സന്തോഷം നൽകുന്ന 2 പാട്ട് പാടുന്ന ആൾ ചെയ്യുന്നത് ഹറാമാണെന്നൊക്കെ പറയുന്ന ഇവനൊക്കെ എന്തെന്ന് കാണി. അപ്പോൾ ഈ ചെയ്യണ പരിപാടി എന്താ? എൻ്റെ റീൽസ് എടുത്തിട്ട് ഈ എന്നെ എന്ത് BGM കുത്തിക്കയറ്റി ഇട്ടാൽ എങ്ങനെ ഇരിക്കും? ഇപ്പോൾ ഈ ഇട്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഈ ചങ്ങായി പറഞ്ഞ ആൾ ഇങ്ങനത്തെ കുറേ മൊയന്തുകളുണ്ട്.
അല്ല നല്ല ഉസ്താദുമാരുണ്ട്. പക്ഷേ ഇങ്ങനത്തെ കുറേ മൊയന്തുകളുണ്ട്. യൂട്യൂബ് ചാനലുണ്ടാവും, ഇൻസ്റ്റാഗ്രാമും ഉണ്ടാവും, ഫേസ്ബുക്കും ഉണ്ടാവും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഇരുന്നിട്ട് ബാക്കിയുള്ളവരെ ഇസ്ലാം മതം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുക, പാടരുത്, ഡാൻസ് കളിക്കരുത്, ടൗഷർ ഇടരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുക. എന്നാണ് അങ്ങോട്ട് ഹലാല് ഹറാമ്, അതിൽ നിന്ന് വരുന്ന കാശ്. അങ്ങനെയൊക്കെ നോക്കി ജീവിക്കാനാണെന്ന് ഞാൻ പല വീഡിയോസ് പറയുന്നുണ്ട്. നടക്കൂല. കിതാബിൻ്റെ നടുക്കഷ്ണമൊന്നും അല്ലത്, മനസ്സിലായോ? അങ്ങനെ ജീവിക്കാൻ വളരെ പാടാണ്. ഇവിടെ മനുഷ്യൻ ഓരോ ദിവസം തള്ളി നീക്കാൻ എന്തൊക്കെ തലകുത്തി പറയണം എന്നുള്ളതൊക്കെ ആലോചിച്ച് പലരും നടക്കുമ്പോൾ വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സൗണ്ട് എല്ലാവർക്കും പാടാൻ പറ്റൂ. പാട്ടാണ്. എന്ത് പറയാം, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഹനാൻ ഷായെ നോക്കി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അതും സ്വന്തം മതത്തിനകത്ത് ഇരുന്ന് തന്നെ ഹനാൻ ഷായെ റീച്ചിലേക്കോ അല്ലെങ്കിൽ ഫെയിമിലേക്കോ പോകുന്ന സമയത്ത് മതം പറഞ്ഞ് അടക്കം വലിച്ചിടാൻ നോക്കുന്ന ഒരു കൂട്ടം ആളുകൾ ചുറ്റുമുള്ളപ്പോൾ ഓഡിറ്റ് കൂടും. അങ്ങനെയുള്ള ആളുകളുടെ മുന്നിലേക്കാണ് ഈ പറഞ്ഞ ഒരു സെറ്റപ്പും ചെയ്യാതെ ദമാമിക്ക് വിളിച്ചു വരുത്തി ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീം ഹനാൻ ഷായെ ഇങ്ങോട്ട് ഒന്നും അല്ലാത്ത രീതിയിൽ തേച്ച് വിട്ട് ലാസ്റ്റ് ഓൻ തന്നെ അത് സ്റ്റേജിൽ കയറി മൈക്കില്ല, ഇന്നിയറില്ല, ഇതെന്ത് സൗണ്ട് സിസ്റ്റം, കുടുംബസംഗമത്തിന് ഇതിന് നല്ല സൗണ്ട് സിസ്റ്റം വെക്കുമല്ലോ എന്നൊക്കെ പറയും. ഇത് നാളുകളിൽ ഈ ചെക്കൻ എന്ത് ചെയ്യും? അഹങ്കാരിയാണ് ഇവൻ. അത് നാളെ പ്രോഗ്രാമിനെ ബാധിക്കുമേ. ആ പേടിയും കൂടിയും കൊണ്ടാണ് നേരത്തെ ആ ചെക്കൻ അവിടെ സംസാരിച്ച സ്റ്റേജിൻ്റെ മുകളിൽ എനിക്ക് വേറൊരു വഴിയില്ല, നിവർത്തിയില്ല എന്ന് പറഞ്ഞിട്ട്. കാരണം ക്വാളിറ്റി കുറയ്ക്കാൻ പറ്റില്ല. ഇവൻ്റെ ക്വാളിറ്റി കണ്ടിട്ടല്ലേ എല്ലാവരും ഈ ഷോ കാണാൻ പോകുന്നത്. ഒരു ക്വാളിറ്റി ഉണ്ടാവും. നമ്മളിപ്പോൾ വേടൻ്റെ പ്രോഗ്രാം എന്തൊക്കെ പറഞ്ഞാലും there is a quality for that. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു കുറച്ച് മണിക്കൂറുകൾ എൻജോയ് ചെയ്യാന്നുള്ളൊരു ക്വാളിറ്റി അവർ പറയുന്നുണ്ട്. അത് ഡെലിവർ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഹനാൻ ഷാ ഇവിടെ വന്നിട്ട് നല്ല പാട്ടും പാടി എല്ലാവരെയും ഹാപ്പി ആക്കി വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളുകളിൽ മൈക്കും ഈ പറഞ്ഞ സെറ്റപ്പ് ഒന്നും കൊടുക്കാതെ ഹനാൻ ഷാനെ വിളിച്ചിട്ട് അന്ന് തന്നെ അത്രയും പൈസ കുറയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ ഒരു മൈക്ക് കയ്യിൽ കൊടുത്ത് 10 പാട്ട് പാടിക്കുമോ എന്നൊക്കെ പറഞ്ഞ് വിടും. അങ്ങനെ മുതലെടുക്കാൻ നടക്കുന്നവരെ മുന്നിൽ പിന്നെ ഇതല്ലാതെ എന്ത് ചെയ്യും ഹനാൻ ഷാ? അപ്പോൾ പിന്നെ ഈ വിഷയത്തിനകത്ത് ഹനാൻ ഷായെ തൂക്കിയടിക്കാൻ ഒരാളും വരാൻ നിൽക്കണ്ട. ആൻഡ് ഹനാൻ ഷാ പറഞ്ഞതിൽ എനിക്കൊരു വിയോജിപ്പുള്ളത് ഈ അൽവഫ എന്ന് പറഞ്ഞ ടീമിന് ഇതിലൊരു പങ്കുമില്ല എന്നുള്ളതാണ്. അവർ ഡെഫിനറ്റ്ലി ഇത്രയും വലിയൊരു ടീമാണ്, നിങ്ങളെ കൊണ്ടുവരുന്ന ഇത്രയും വലിയൊരു കമ്പനിയായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ കൊടുത്ത ഇവൻറ്റിൻ്റെ അപ്ഡേറ്റ്സ് എടുത്തിട്ട് അത് ജനങ്ങളിലേക്ക് അറിയിക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റിയും കൂടി അവർക്കുണ്ട്. ഓക്കെ, അപ്പോൾ അത് വെളുപ്പിച്ച് അൽവഫ ഇതിൽ അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വർത്താനം ഹനാൻ ഷാ അറിയാൻ പാടില്ല. മേ ബി അവർ പെയ്ഡായിട്ട് വന്നതുകൊണ്ട് അവരുടെ സിറ്റുവേഷൻ കണ്ടതുകൊണ്ട് നാട്ടുകാർ ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമാക്കുമോ എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ ഹനാൻ ഷാ അങ്ങോട്ട് കൈ നിന്നിട്ട് പറയുന്നതാണോന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഹനാൻ ഷാ. ഇനിയിപ്പോൾ അയാൾക്കൊരു പ്രശ്നം വരണ്ട. ഒരു ഇവൻറ്റ് ടീം എന്ന് പറയുമ്പോൾ ഇവൻറ്റ് ടീം ആരാ എവിടെയാണെന്നൊന്നും തപ്പിയിട്ട് പോകില്ലല്ലോ ആരും. നാട്ടിലേ പോകില്ല, പിന്നെ ഗൾഫിൽ പോകും. അപ്പോൾ ഇവൻറ്റ് ടീം ആരാ തപ്പി പോകില്ലേ? അതൊരു ഇവൻറ്റ് ടീം. ഇപ്പോൾ PR പറയുന്ന പോലെ ഇതൊരു PR, മനസ്സിലായില്ല? അതുപോലെ തന്നെ ഇതൊരു ഇവൻറ്റ് ടീം എന്ന് പറഞ്ഞിട്ട് ഒരു ഇവൻറ്റ് ടീമിനെ തലയിൽ വെച്ചിട്ട് പോയാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ എന്താണെങ്കിലും ഇതാണ് ഹനാൻ ഷാ ദമാം വിഷയം. കുറേ പേരുന്നാലും എനിക്കിത് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ നൈറ്റും ഇന്ന് ഉച്ചയ്ക്കൊക്കെ ആയിട്ട്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ബിസി ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലേറ്റ് ആവുന്നത്.